റിസർവ് ബാങ്കുകളുണ്ട്, അല്ലാത്തതുണ്ട്, സമ്പത്തിന്റെ സ്രോതസ്സുകളുണ്ട്, മൈനുകളുണ്ട്, ഫാക്ടറികളുണ്ട്, ഇൻഡസ്ട്രികളുണ്ട്, എന്തെല്ലാമുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ കൈകളിൽ, നിങ്ങളുടേത്. അതിൻ്റെ ആധാരമൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടുക എന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇതിനേക്കാളൊക്കെ വലുതെന്താണെന്നറിയോ? നിങ്ങളെ കൊണ്ടൊരു മനുഷ്യൻ നന്നാവലാണ്. സിഹ്ർ ചെയ്യുന്നൊരു പെണ്ണ് നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട്, സിഹ്ർ ചെയ്യുന്നൊരാണ് നിങ്ങളുടെ ഒരു ഉപദേശം കൊണ്ട് ആ പണി നിർത്തിയാൽ ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതിൻ്റെ തുല്യമാണ്. ലഹരിക്കടിമയായൊരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ ഒരു സ്നേഹത്തലോടലും നിങ്ങൾ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് അവനെ ഉപദേശിക്കുകയും ചെയ്ത് മാറ്റിയെടുത്താൽ ഈ ലോകത്ത് നിങ്ങൾക്ക് എത്ര വലിയ ജോലി കിട്ടുന്നതിനേക്കാളും വലിയ ഖൈർ ആ ചെറുപ്പക്കാരൻ നന്നാവലാണ്. മോഷണവും തിന്മയും അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ തൊഴിലായി കൊണ്ടു നടക്കുന്ന ആളുകളെ നിങ്ങളുടെ ഒരു ഇടപെടൽ കാരണം നന്നാക്കിയെടുക്കാൻ പറ്റിയാൽ അത് വലിയ ഗുണമാണ്. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മൾ പറയുന്നത് നമ്മുടെ മക്കള് അവിടെ ചെന്ന് വഴിതെറ്റിപ്പോവരുത് എന്ന് മാത്രമല്ല, നമ്മുടെ മക്കൾ അവിടെയുള്ള തെറ്റുകളെ തിരുത്താൻ കാരണക്കാരാവണം. നമ്മുടെ മക്കൾ ആ ക്യാമ്പസിലെ ദുർനടപ്പുകാരായി ജീവിതം വഴിതെറ്റിപ്പോകാനിടയുള്ള മക്കളെ, സ്വന്തം അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, കൂട്ടുകാരെ നേർവഴിയിലേക്ക് നടത്താൻ കഴിയുന്നവരായി നമ്മുടെ മക്കൾ മാറണമെന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നക റജുലുൻ കുഫുഉൻ വമാ മിസ്ലുക യുറദ്ദു എന്ന് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അബൂ തുൽഹ, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനാണ്, നിങ്ങൾ കുഫു ആണ്, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ എന്ന അന്വേഷണവുമായി വന്നതാണ്. അപ്പോഴാണ് പറയുന്നത്, അബൂ തുൽഹ ഇന്നക റജുലുൻ കുഫുഉൻ വമാ മിസ്ലുക യുറദ് വലാകിന്നക റജുലുൻ കാഫിറുൻ വഅന മുസ്ലിമ. അബൂ തുൽഹ, നിങ്ങളെപ്പോലെ തന്റേടിയായൊരു മനുഷ്യൻ, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, പടച്ചവനില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുകയല്ലയോ, ദൈവനിഷേധിയോ, നിരീശ്വരവാദിയോ, പടച്ചവനില്ല എന്ന് പറയേ, ഈ പ്രപഞ്ചമൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ചതാണെന്ന് പറയേ, നിങ്ങളൊരു ഒരു ദൈവനിഷേധിയായിട്ടല്ലയോ അബൂ തുൽഹ ജീവിക്കുന്നത്? പിന്നെ എന്തുണ്ടായിട്ടെന്താ? നിങ്ങളുടെ വ്യക്തിത്വം എനിക്കിഷ്ടമാണ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ യൗവനം, നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ, വമാ മിസ്ലുക യുറദ്, നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഒരിക്കലും വേണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. ആരോട് ചെന്ന് കല്യാണം കഴിച്ചോട്ടെ നിങ്ങളുടെ മോളെ എന്ന് ചോദിച്ചാലും ഒരു ഉപ്പയും തന്റെ മോളെ തരില്ല എന്ന് പറയില്ല. കാരണം നിങ്ങൾ അത്രയ്ക്ക് യോഗ്യതയുള്ള ആളാണ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട് അബൂ തുൽഹ, വലാകിന്നക റജുലുൻ കാഫിറുൻ വഅന മുസ്ലിമ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവളാണ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെന്ന് വിശ്വസിച്ച പെണ്ണാണ്, പടച്ചവനില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് فإن أسلمت فإن إسلامك مهري لا أبغي بعده شيئا. അബൂ തുൽഹ, നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമല്ലേ ഹബീബിന്റെ അരികത്തേക്ക് ചെന്ന് ഒന്ന് കലിമ ചൊല്ലി വിശുദ്ധ മതത്തിലേക്ക് നിങ്ങൾ ചേരണം. ഇതിനോളം സത്യമുള്ള മറ്റെന്തുണ്ട് അബൂ തുൽഹ? ബിംബങ്ങളെ എത്രയാണ് നമ്മൾ പൂജിച്ചത്? കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായി ബിംബാരാധനയുടെ ഒരു കാലഘട്ടം അറേബ്യയിൽ കടന്നു വന്നപ്പോ നമ്മളും പ്രപിതാക്കന്മാരും ബിംബാരാധന ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ മുമ്പ് ഹനീഫായൊരു മതം പ്രചരിപ്പിച്ച നബിയായിരുന്നു നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാമും അവരുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമും. ആ നന്മയിലേക്ക് വിളിക്കാൻ വേണ്ടി ലോകത്തിന് അവസാനമായി അല്ലാഹു നിയോഗിച്ചൊരു അന്ത്യപ്രവാചകനാണ് ഖാതമുൻ നബിയ്യീൻ വസയ്യിദുൽ മുർസലീൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് റസൂലു റബ്ബിൽ ആലമീൻ നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ഈ അനുഗ്രഹം അബൂ തുൽഹ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? നിങ്ങൾ അവിടെ ചെന്ന് ബുദ്ധിയുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണെന്നും ഈ ജീവിതത്തിന് അർത്ഥമില്ലെന്നും വിശ്വസിക്കുന്നതാണോ? അതല്ല, നമ്മളെ പറഞ്ഞയച്ച റബ്ബ്
ഒരു ലക്ഷ്യത്തിനാണ് പറഞ്ഞയച്ചത്. ഇത് കഴിഞ്ഞാൽ ഈ നശ്വരമായ ഒരു കൊച്ചു ജീവിതം, ഇത് കഴിഞ്ഞാൽ പിന്നെ അനശ്വരമായൊരു ജീവിതം, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ദീൻ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? കവികളും കവിതകളും ജ്യോത്സ്യന്മാരും അവരുടെ വാക്കുകളും എല്ലാം തോറ്റുപോകുന്ന അറബ് സാഹിത്യത്തിന്റെ മനുഷ്യനൊരിക്കലും കണ്ടെത്താൻ കഴിയാത്ത വിധം ആനന്ദകരമായ, ആകർഷകമായ, അത്യത്ഭുതകരമായ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരുമ്പോൾ ഇത് മനുഷ്യന്റെ വചനങ്ങളാണ് എന്ന് പറയാൻ അബൂ ത്വൽഹ നിങ്ങൾക്ക് കഴിയുമോ? അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമാവുകയാണെങ്കിൽ അതാണ് എൻ്റെ മഹർ. എനിക്ക് ആഭരണങ്ങൾ വേണ്ട, എനിക്ക് മാല വേണ്ട, വളകൾ വേണ്ട, എനിക്ക് സ്വത്ത് വേണ്ട. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ വേൾക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് സത്യത്തിന്റെ വചനത്തിലേക്ക് മാർഗദർശനം നൽകിയത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്നൊരു ചെറുപ്പക്കാരി പെണ്ണാണ്. പ്രേമം, അനുരാഗം, ലവ് അഫെയർ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിന് കണ്ണും കാതും മൂക്കും കുടുംബവും നാടുമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേ ഒരു മുസ്ലിമച്ചായ പെണ്ണും ഒരു മുസ്ലിമായ ആണും ആലോചിക്കണം, അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കാത്ത ഒരു ബന്ധമായിരിക്കും ഒരു പക്ഷേ നമ്മൾ കടന്നു പോകുന്നത്. ആ ബന്ധങ്ങൾ ദുരന്തങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അബൂ ത്വൽഹ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമച്ചാണ്, നിങ്ങൾ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അബൂ ത്വൽഹ തങ്ങളുടെ മുഖം കാണുന്നു. നബി തങ്ങൾ, ഹാദാ അബൂ ത്വൽഹ ഖുർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈ, ഹാദാ അബൂ ത്വൽഹ. സ്വഹാബികളെ, അബൂ ത്വൽഹയാണ് കടന്നു വരുന്നത്, അബൂ ത്വൽഹയാണ് വരുന്നത്. നബി തങ്ങളുടെ അരികത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കണ്ടുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഖുർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈ. അബൂ ത്വൽഹയുടെ കണ്ണുകൾക്കിടയിൽ ഇസ്ലാമിന്റെ വെളിച്ചം ഞാൻ കാണുന്നു. ഇസ്ലാം സ്വീകരിക്കാനുള്ള ആ പ്രഭ അബൂ ത്വൽഹയുടെ കണ്ണുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട്. സുഹാബ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വചനം സത്യം തന്നെയായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന്റെ മുമ്പ്, പ്രവാചകരാകുന്നതിന്റെ മുമ്പ് അവിടുത്തെ മക്കളിൽ മുതിർന്ന മോള് സൈനബ് ബിൻതു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുടെ മോളാണ്. ഏറ്റവും വലിയ മൂത്ത മോളായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സൈനബ് റളിയല്ലാഹു അൻഹ എന്നെ വിവാഹം ചെയ്തത് തങ്ങൾ പ്രവാചകരാകുന്നതിന് മുമ്പ് ഖദീജ ബീവിയുടെ തന്നെ കുടുംബക്കാരനായ അബുൽ ആസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു. ഹബീബിനോട് വന്ന് ചോദിക്കുകയാണ്, യാ മുഹമ്മദു, മുഹമ്മദ് എന്നവരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് തങ്ങൾ നബിയല്ല, സവ്വിജിനി സൈനബ്, സൈനബിനെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? തങ്ങൾ ചോദിച്ചു, ഞാൻ സൈനബിനോടൊന്ന് ചോദിച്ചോട്ടെ. സൈനബേ ഇബ്നുൽ ഖാല, നിങ്ങളുടെ അമ്മായിയുടെ മകൻ, കുടുംബ ബന്ധത്തിലുള്ള നേരെ അമ്മായിയല്ല, നിങ്ങളുടെ ഒരു അമ്മായിയുടെ മകൻ അബുൽ ആസ് ഇബ്നു റബീഅ സൈനബേ നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിച്ചു വന്നിട്ടുണ്ട്. സൈനബേ, നിങ്ങൾക്കത് ഇഷ്ടമാണോ? ആ ബന്ധം വിവാഹം നടത്തിക്കോട്ടെ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ സൈനബ് റളിയല്ലാഹു അൻഹ നാണം കൊണ്ട് മുഖം ചമന്നു, മൗനം പാലിച്ചു. ആ മൗനം വഇദ്നുഹാ സുമാതുഹാ, അവരുടെ മൗനം സമ്മതമാണ് എന്ന് നബി തങ്ങൾ മനസ്സിലാക്കി. സൈനബ് റളിയല്ലാഹു അൻഹയെ കൈപിടിച്ചേൽപ്പിച്ച ഭർത്താവായിരുന്നു അബുൽ ആസ് ഇബ്നു റബീഅ. അദ്ദേഹം എന്ന മുസ്ലിമല്ല. ഹബീബായ നബി തങ്ങൾ 40-ാമത്തെ വയസ്സിൽ പുണ്യ നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുമ്പോ, പ്രവാചകത്വം ലഭിക്കുമ്പോ അബുൽ ആസ് ഇബ്നു റബീഅ ദീർഘമായൊരു യാത്ര പോയതായിരുന്നു. നല്ല സ്നേഹമുള്ള ജീവിതമാണ്. നന്നായി സ്നേഹിച്ച ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു സൈനബ് എന്നവരും അവരുടെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ. നല്ല സ്നേഹബന്ധമാണ്. രണ്ടുപേരും
സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന നാളുകൾ. അല്ലാഹുവിന്റെ ഹബീബിന് വഹി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന് വഹിയുമായി ഇറങ്ങിയ രംഗം സൈനബ് റളിയല്ലാഹു അൻഹ ഓർക്കുന്നു. ഭർത്താവ് നാട്ടിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന് ആദ്യം വിശ്വസിച്ചത്, ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹക്കാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഖദീജ ബീവിയാണ് ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർ. ദീനിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ആരാ? ഒരു മഹദിയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ടാമതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ മുസ്ലിമത്ത്, ആദ്യമായി ഹബീബിനെ വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ബീവിക്കറിയാമായിരുന്നു ഇത് പുണ്യ റസൂലാണ്. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, നബിയെ അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല. ഹിറാ ഗുഹയിൽ അങ്ങ് അനുഭവിച്ചത്, ആരോ വന്നങ്ങയെ കെട്ടിപ്പിടിച്ചത്, അത് കാരണം അങ്ങ് പേടിച്ചത്, അങ്ങ് ഭയന്നത്, അതൊരു പിശാചിന്റെ ഇടപെടലല്ല. ഒരിക്കലും പിശാചിനെ ഇറക്കിവിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവരാണ്. വതുഈനുൽ മൽഹൂഫ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. വതഖരിൽ ളൈഫ, അതിഥികളെ സൽക്കരിക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ജനങ്ങളുടെ ഭാരം തോളിലേറ്റുന്നവരല്ലയോ. വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഓടിച്ചെല്ലുന്ന ആളല്ലയോ നബിയെ അങ്ങ്. അങ്ങനത്തെ ഒരാളെ അല്ലാഹു കൈവടിയുകയില്ല എന്ന് പറഞ്ഞ് ഹബീബിന്റെ കൈപിടിച്ച് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഇബ്നു അമ്മ ഖദീജ ബീവിയുടെ മൂത്താപ്പയുടെ മകന്റെ അടുത്തേക്ക് നബിയെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ ആ മകൻ വറഖത്ത് ഇബ്നു നൗഫൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി കണ്ണു കാണാതെ അന്ധനായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിലാണ്. കഥകളൊക്കെ കേട്ടപ്പോ, ചരിത്രം കേട്ടപ്പോ, മുഹമ്മദേ അങ്ങ് പ്രവാചകനാണ്, അബ്ശിർ സന്തോഷിച്ചോളൂ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് പ്രവാചകത്വവുമായി കടന്നു വന്ന മാലാഖ ഏതോ ജിബ്രീലു അലൈഹിസ്സലാം തന്നെയാണ് അങ്ങയുടെ മുമ്പിലേക്കും വന്നത്. യാ ലൈതനീ കുൻതു ജദഅ, എനിക്കെങ്ങാനും ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ, ഹീന യുഖ്രിജുക ഖൗമുക്, നിങ്ങളുടെ നാട്ടുകാർ മക്കയിൽ നിന്ന് നബിയെ നിങ്ങളെ പുറത്താക്കുമ്പോ ഞാനെന്ന് യുവാവായി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലനസർതുക നസ്റൻ മുഅസ്സറ, നിങ്ങളെ ഞാൻ ശരിക്കും സഹായിക്കുമായിരുന്നു. അപ്പോഴാണ് ഹബീബിന്റെ ചോദ്യം, അവ മുഖ്രിജയ ഖൗമി, എന്റെ സമൂഹം എന്നെ നാട് കടത്തുമോ? വറഖാ പറഞ്ഞു, തീർച്ചയായും. ഫഇന്നഹു ലം യഅതി മാ ജാഅ ബിഹി അഹദ മാ ജിഅത ബിഹി അഹദുൻ ഇല്ലാ വതറദഹു ഖൗമുഹു, നിങ്ങൾ കൊണ്ടുവന്ന ഇതുപോലെയുള്ള ഏകദൈവ വിശ്വാസം, പടച്ചവൻ ഏകനാണ് എന്ന് പറയുന്ന വിശ്വാസം, അതാണ് മുസ്ലിമീങ്ങൾ ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മൾ ആരോടും യുദ്ധം ചെയ്യാൻ, ആരോടും നമ്മളൊരു മതത്തെ ആക്ഷേപിക്കുന്നവരല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ മതത്തെ ആക്ഷേപിക്കുന്ന എത്ര ആളുകളുണ്ട് മറ്റു മതങ്ങളിൽ? നമ്മൾ ഏതെങ്കിലും മതങ്ങളെ ആക്ഷേപിക്കാറുണ്ടോ? നമ്മളോടത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മതങ്ങളെ ആക്ഷേപിക്കരുത്, മറ്റുള്ളവരുടെ ദൈവങ്ങളെ കുറ്റം പറയരുത്. നിങ്ങൾ അങ്ങനെ അവസരം വെച്ചു കൊടുത്താൽ അവർ അള്ളാഹുവിനെയും റസൂലിനെയും ചീത്ത പറയും, അത് നിങ്ങൾക്ക് വിഷമുണ്ടാക്കും. അങ്ങനെ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകും. അത് വേണ്ട. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവർ ലോകത്ത് ഒരുപാടുണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുണ്ട് എന്ന് വിചാരിച്ച് അവരെയൊന്നും കളിയാക്കേണ്ടവരല്ല. നമ്മളോടത് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ യുക്തിവാദികൾ എന്ന് പറയുന്നവർ പോലും, അതാണ് അത്ഭുതം, അവര് എല്ലാ മതങ്ങളും ഈവിൾ, എല്ലാ മതങ്ങളും മോശം എന്ന് പറയുന്നവരാ. പക്ഷെ ഏതെങ്കിലും ഒരു യുക്തിവാദി ഇസ്ലാമല്ലാതെ വേറെ ഏതെങ്കിലും മതങ്ങളെ മേക്കിട്ട് കണ്ടിട്ടുണ്ടോ? അവർക്ക് പറയാനുള്ള ഇസ്ലാമിനെയാണ്. മാങ്ങുള്ള മാവിനെ ഏറി വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അവർക്ക് പറയാനുള്ളത് ഇസ്ലാമിനെയാണ്, വേറൊന്നും അവർക്ക് പറയാനില്ല. എന്തുകൊണ്ട്? ഇതൊരു സർവ കാലികമായൊരു തത്വസംഹിതയാണ്. ഇത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പിശാചിനെ കൂട്ടുപിടിക്കുന്ന മുഴുവൻ ആളുകളും അത്തരം വിശ്വാസത്തിനെതിരായിരിക്കും. വറഖത്ത് നൗഫൽ അന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയെ നിങ്ങളെ ഈ നാട്ടുകാരിവിടെ നാട്ടിയോടിക്കും.
അത് പറഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ നടക്കുന്നത്. തങ്ങൾ വേദനയോടെ ചോദിച്ചു, ഞാൻ അൽ അമീനല്ലേ, ഞാൻ അൽ അമീനല്ലേ, സത്യസന്ധനല്ലേ? ഈ ഖുറൈശികൾ മുഴുവനും ദീർഘ യാത്രയ്ക്ക് പോകുമ്പോൾ അന്നൊന്നും ബാങ്ക് ലോക്കറുകളില്ലല്ലോ. പുണ്യനബിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക, ഞങ്ങളുടെ സാധനം, ആഭരണങ്ങള്, നാണയത്തുട്ടുകള് നിങ്ങൾ സൂക്ഷിക്കണം, ഞങ്ങൾ വരുമ്പോൾ തന്നാൽ മതി. അങ്ങനെ ഫ്രീ സർവീസ് നബി തങ്ങൾ ചെയ്യും സല്ലല്ലാഹു. സത്യസന്ധനാണ്, അതൊന്നൊരു പെന്നി പോലും തങ്ങളെടുക്കൂല, അവർക്കറിയാം. എന്നെ നാട്ടുകാരെ പുറത്താക്കുമോ? നിഷ്കളങ്കമായ ചോദ്യം. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, മുഹമ്മദേ, നിങ്ങളുടെ ഈ ദൗത്യവുമായി വന്ന മുഴുവൻ ആളുകൾക്കും ഇതൊക്കെ തന്നെയാണ് ഉണ്ടായത്, അതുകൊണ്ട് നിങ്ങൾക്കും ഇത് സംഭവിക്കും. അന്ന് ഞാനൊരു യുവാവായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. യാ അല്ലാഹ്. ഇത് പറഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വറഖത്ത് ബിൻ നൗഫൽ ലോകത്തോട് വിട പറയുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിനെ നോക്കി പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു ഏകനാണ് എന്ന് പറയാനല്ലയോ അല്ലാഹു നിങ്ങളെ നിയോഗിച്ചത്. ആ സത്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവൻ ഈ ലോകത്ത്, എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ, പ്രപഞ്ചത്തിലെ ഓരോ ചെടിയും മരവും കല്ലും മൺതരിയും ആകാശലോകങ്ങളിലെ താരസമൂഹങ്ങളടക്കം എല്ലാം വിളിച്ചോതുന്നു ഒരു സൃഷ്ടാവിന്റെ നാമം. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. മൂത്ത മകളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ഉമ്മ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ പിതാവിനെ അറിയുന്ന മോള് സൈനബ് ബീവിയും പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബുൽ ആസ് ബിൻ റബീഅ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ സൈനബ് ബീവി പറഞ്ഞു, അബുൽ ആസേ, നിങ്ങളറിഞ്ഞോ എന്റെ ഉപ്പ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചിരിക്കുന്നു, അവര് പ്രവാചകരായിരിക്കുന്നു, ഞാനൊരു മുസ്ലിമച്ചാണ് എന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് പറഞ്ഞു. അബുൽ ആസേ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നുവോ? അദ്ദേഹത്തിന്റെ ഈഗോ അവിടെ വർക്കൗട്ടായി. എന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഞാൻ ചെയ്യുന്നത് മോശമല്ലേ? പറഞ്ഞു, ഞാനില്ല. പക്ഷേ മുസ്ലിമായ ഒരു ഭാര്യ അല്ലെങ്കിൽ മുസ്ലിമായ ഒരു ഭർത്താവ് ഒരു കാഫിറത്തിന്റെ കൂടെയോ, മുസ്ലിമച്ചായ ഒരു പെണ്ണ് ഒരു കാഫിറിന്റെ കൂടെയോ ജീവിക്കുന്നത് ഹറാമാണ് എന്ന നിയമം അന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്. 2 മക്കളുണ്ടവർക്ക്. ഒന്ന് ഉമാമ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു. ഒരു കൊച്ചു അലിയുണ്ട് അവർക്ക്. നബി തങ്ങളുടെ മുത്താപ്പയുടെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ്, അത് വേറെ അലിയാണ്. പക്ഷേ സൈനബ് ബീവിക്ക് ഒരു അലി എന്ന മോനുണ്ട്, ഉമാമ എന്ന മോളുണ്ട്. ആ മോളെയൊക്കെ നബി തങ്ങൾ നിസ്കാരത്തിൽ കയ്യിലെടുത്തുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ തന്റെ ഭർത്താവിനോട് പലപ്പോഴും ചോദിച്ചു. അബുൽ ആസ് ബിൻ റബീഅ നല്ല ബുദ്ധിമാനിയാണ്, നല്ല അറിവുള്ള ആളാണ്, അറബ് സാഹിത്യം അറിയുന്ന ആളാണ്. ചോദിക്കുമായിരുന്നു, അബുൽ ആസേ, അവർ നല്ല സ്നേഹത്തിലാണ്, പിരിയാൻ ഒരിക്കലും അവർക്ക് ആഗ്രഹമില്ല. അബുൽ ആസേ, എന്റെ പിതാവിന്റെ ഗുണം എത്രയാണെന്ന് എന്നെ പോലെ അതിലേറെയോ അറിയുന്ന ആളല്ലേ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും. ആ വിശുദ്ധ വചനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിരൂപിക്കുവാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ ന്യൂനതയുണ്ടെന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയുമോ? എത്ര മനോഹരമാണ് ഖുർആനിന്റെ വചനങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ വമാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. വളരെ മനോഹരമായ വിശുദ്ധ ഖുർആൻ സൈനബ് ബീവി ഓതിക്കൊടുക്കും. തന്റെ ഭർത്താവിന്റെ മനസ്സിൽ എവിടെയോ ധർമ്മവും സത്യവും നബിയുടെ കൂടെയുണ്ട് എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഈഗോ കാരണം, ചെറിയൊരു അഹങ്കാരം കാരണം തീരുമാനം ഒരിക്കലും മാറ്റിയില്ല. താൻ അവിശ്വാസത്തിൽ തന്നെ തുടരുന്നു.
ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. മദീനയിലേക്ക് അവര് താമസം മാറിയിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോ സൈനബ് ബീവി ദുആ ഇറക്കുമായിരുന്നു, റബ്ബേ, ഒരു യുദ്ധമെങ്ങാനും നടക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് എന്റെ നബിയാണ്, എന്റെ ഉപ്പയാണ്, മറുഭാഗത്ത് എന്റെ പുതിയാപ്പിളയാണ്, അവിടെ യുദ്ധം ചെയ്യുക. അല്ലാഹു, ഒന്നുകിൽ എന്റെ ഉപ്പയെ എനിക്ക് നഷ്ടമാകും, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് എനിക്ക് നഷ്ടമാവും, ഞാൻ ഒരു വിധവയാകും. അല്ലാഹുവേ, ഒരു യുദ്ധമുണ്ടാവരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു സൈനബ് ബീവി. പക്ഷേ അല്ലാഹുവിന്റെ നിയമം, പടച്ചതമ്പുരാന്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയാണ്. പുണ്യ റസൂലിനെയും മദീനയിൽ നിൽക്കുന്ന സ്വഹാബികളെയും തുരത്തിയോടിക്കാൻ മക്കയിൽ നിന്ന് വന്ന 1000-ലേറെ വരുന്ന സൈന്യം, അവരുമായി നേരിട്ട യുദ്ധമാണ്. മക്കയിൽ നിന്ന് ഒരുപാട് ദൂരത്തും മദീനയിൽ നിന്ന് ഒരു 100-120 കിലോമീറ്റർ അകലെയും മാത്രം നിൽക്കുന്ന ബദർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ച് നടന്ന യുദ്ധമല്ലേ റമളാൻ 17 നടന്ന ബദർ യുദ്ധം. ബദർ യുദ്ധം നടക്കുന്ന സമയം സൈനബ് ബീവി മക്കയിലാണ്. ബീവി മദീനത്തേക്ക് വന്നിട്ടില്ല, ബീവി ഹിജ്റ ചെയ്തിട്ടില്ലെന്ന്. ബീവി റളിയല്ലാഹു അൻഹ മക്കയിലാണ് 2 മക്കളോടൊപ്പം. യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ബീവി മക്കക്കാരോട് ചോദിച്ചു, മാദാ ഫഅല അബീ, എന്റെ ഉപ്പ എന്താണ് ചെയ്തത്, എന്റെ ഉപ്പയുടെ അവസ്ഥ എന്താണ്, എന്റെ ഉപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവർ പറഞ്ഞു, ഇല്ല, നിന്റെ ഉപ്പയും അനുയായികളും ആ യുദ്ധം വിജയിച്ചു. അത്ഭുതമായിരുന്നു. പിന്നെ ചോദിച്ചു, മാദാ ഫഅല സൗജി, എന്റെ ഭർത്താവിന്റെ അവസ്ഥ എന്താണ്? അത്രക്ക് സ്നേഹമായിരുന്നു ഭർത്താവിന് ഇങ്ങോട്ടും സൈനബ് ബീവിയെ അത്രക്ക് ഇഷ്ടമായിരുന്നു. നിന്റെ ഭർത്താവിനെ അവര് യുദ്ധത്തടവുകാരനായി പിടിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം തോറ്റുപോയ സൈന്യത്തിന്റെ ഭാഗമായി, ഇതിന്റെ പേരിൽ ജയിച്ച സൈന്യം തോറ്റുപോകുന്ന സൈന്യങ്ങളെ യുദ്ധത്തിന്റെ തടവുകാരായി പിടിക്കും. അവർക്ക് മോചനദ്രവ്യം കൊടുത്താലാണ് അവരെ വിട്ടയക്കുന്നത്. അങ്ങനെ സൈനബേ, നിന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മഹദിയുടെ മനസ്സിൽ വേദനയായി. ഖുറൈശികൾ ഓരോരുത്തരെയും മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യങ്ങൾ മക്കയിൽ നിന്ന് കൊടുത്തുവിടും, സമ്പത്ത്. അങ്ങനെ ഓരോരുത്തരെയും അവരെ മോചിപ്പിക്കും. സൈനബ് ബീവിയെ വിവാഹം ചെയ്ത പുതിയാപ്പിളയല്ലേ, എങ്ങാനും മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ച ഖുറൈശികൾ അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കാനുള്ള ഒരു പൈസയും കൊടുത്തുവിട്ടില്ല. അത് സൈനബ് ബീവിക്ക് വിഷമമായി. ബീവി റളിയല്ലാഹു അൻഹ കഴുത്തിലണിഞ്ഞിരുന്നൊരു മാലയുണ്ട്, ആ മാല മദീനത്തേക്ക് കൊടുത്തയച്ചു. തന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിതനാക്കാനുള്ള പണമായിട്ട് കൊടുത്തയച്ചു, റാൻസം ചെയ്യാനായിട്ട്. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയുടെ മുറ്റത്ത് വരും. ഓരോരുത്തരെ മോചിപ്പിക്കാൻ കൊടുത്തുവിട്ട മോചനദ്രവ്യം ഹബീബിനെ കാണിക്കും. തങ്ങൾ പറയും, അവരെ വിട്ടയച്ചോളൂ. ഓരോരുത്തരുടെ പേര് വായിക്കും. ആരുടെയൊക്കെ മോചനദ്രവ്യമാണോ വന്നത് അവരെ വിട്ടയക്കും. അക്കൂട്ടത്തിൽ 5 പൈസ പോലും വാങ്ങിക്കാതെ, ഒരു ചില്ലിക്കാശ് പോലും വാങ്ങിക്കാതെ അവരിൽ ഒരുപാട് ആളുകൾ നബിതങ്ങൾ മോചിപ്പിച്ചിട്ടുണ്ട്. ആ 70-ൽ അതിന് നബിതങ്ങൾ ഡിമാൻഡ് വെച്ചത്, എന്റെ സ്വഹാബികളിൽ 10 പേർക്കെങ്കിലും എഴുതാനും വായിക്കാനും അറബ് ഭാഷ എഴുതാനും വായിക്കാനും നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. അറബ് ഭാഷ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ അത് മതി, പിന്നെ പൈസ വേണ്ട, നിങ്ങൾ ഞാൻ മോചിപ്പിക്കും. അങ്ങനെ മോചനം കൊടുത്ത ആളുകൾ വേറെയും. അങ്ങനെ ഹബീബിന്റെ കയ്യിലൊരു മാല വന്നു. ആ മാല എടുത്തു നബിതങ്ങൾ. എന്നിട്ട് ചോദിച്ചു, ഇതാർക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്? അവർ പറഞ്ഞു, നബിയേ, ഇത് അബുൽ ആസ് ഇബ്നു റബീഅനുള്ളതാണ്. ആ മാല നോക്കുമ്പോൾ ഹബീബിന്റെ കണ്ണുകൾ നനഞ്ഞു. അവിടുത്തെ ആദ്യത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആരുടെ കൂടെയാണോ നബിതങ്ങൾ വൈവാഹിക ജീവിതം ആരംഭിച്ചത്, 25 വയസ്സുള്ള നബി 40 വയസ്സുള്ള വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തില്ലേ? ആ ബീവിയോടൊപ്പം 24 25 കൊല്ലത്തോളം ജീവിച്ച് ഹബീബിനെക്കാളും 15 വയസ്സ് മുതിർന്ന മഹദി, നബിക്ക് മുമ്പ് വിവാഹം ചെയ്യപ്പെട്ട മഹദി, വിധവയായ മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ. എന്റെ ഖദീജ എന്ന് പറയുന്ന നബി, ഖദീജ ബീവിയുടെ അനുജത്തി ഹാല ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മദീനയുടെ ഹബീബിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് സലാം പറയുമ്പോ ഹാല എന്ന് പറഞ്ഞ് നബി ഞങ്ങൾ എഴുന്നേറ്റ് ഓടുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, നബിയെ എന്ത് പറ്റി? ദക്കറതിനി ഖദീജ,
ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഖദീജയെ ഓർമ്മ വന്നു എന്ന് നബി തങ്ങൾ. അത്രക്ക് സ്നേഹമായിരുന്നു ബീവിയോട് റളിയല്ലാഹു അൻഹാ. ആ മാലയാണെങ്കിലോ ഖദീജ ബീവി സൈനബ് റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടക്കുമ്പോൾ തന്റെ മകൾക്ക് സമ്മാനമായി ഉമ്മ കൊടുത്ത മാലയായിരുന്നു ആ മാല. പുണ്യനബി ആ മാലയിലേക്ക് നോക്കി. തങ്ങൾക്കത് മനസ്സിലായി പെട്ടെന്ന്. തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഇതെന്റെ മരുമകൻ, എന്റെ മകളുടെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കാൻ വേണ്ടി എന്റെ മകൾ മക്കയിൽ നിന്ന് കൊടുത്തുവിട്ട മാലയാണ്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഇതെന്റെ ഖദീജയുടെ കഴുത്തിൽ കിടന്ന മാലയാണ്. അത് മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, വിശ്വാസിനികളുടെ മാതാവാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങളുടെ ഉമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയാണ്. ഈ മാല ഞാൻ സ്വീകരിക്കുന്നില്ല. ഇതെന്റെ സൈനബിനെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് അബുൽ ആസ് ഇബ്നു റബീഅനെ ഞാൻ മോചിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? അവരൊക്കെ പറഞ്ഞു, റസൂലേ, സമഅൻ വത്വാഅ, അങ്ങെന്ത് പറഞ്ഞുവോ അതാണ് നബിയെ ഞങ്ങൾക്ക് ഒരു ഇളാഖ്. അങ്ങയുടെ തൃപ്തിയാണ് നബിയെ ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് മറ്റൊന്നും അഭിപ്രായമില്ല. അങ്ങനെ അബുൽ ആസ് ഇബ്നു റബീഅ നബി തങ്ങൾ വിളിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ആസ് ഇബ്നു റബീഅനെ മോചനം കൊടുത്തിട്ട് അരികത്തേക്ക് വിളിച്ചു. സ്വഹാബികൾ ആരും കാണാതെ ഒരു മതിലിന്റെ മറവിൽ കൊണ്ടുപോയി തന്റെ മകനോട് നബി തങ്ങൾ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം ഇങ്ങനെയായിരുന്നു: അബുൽ ആസ് ഇബ്നു റബീഅ, ഈ മാല സൈനബിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക. അബുൽ ആസ് ഇബ്നു റബീഅ, ഇന്നല്ലാഹ അമറനി അൻ നുഫർരിഖ ബൈനൽ മുസ്ലിമത്തി വൽ കാഫിർ. അബുൽ ആസ് ഇബ്നു റബീഅ, നീ കാഫിറും എന്റെ മകൾ സൈനബ് മുസ്ലിമത്തുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ കൂടെ ഒരു കാഫിറായ പുരുഷന്, അല്ലെങ്കിൽ മുസ്ലിമായ പുരുഷന്റെ കൂടെ കാഫിറത്തായ ഒരു പെണ്ണിന് ഭാര്യയായി ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ മോൾ സൈനബിനെ എന്നെ ഏൽപ്പിക്കുമോ? മദീനയിലേക്ക് അവളെ പറഞ്ഞയക്കുമോ? ഒന്നും ചിന്തിക്കാതെ അബുൽ ആസ് തങ്ങൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ്, എന്റെ മക്കളുടെ ഉമ്മയാണ്. പക്ഷേ നിങ്ങളുടെ നിയമം അങ്ങനെയാണെങ്കിൽ, എന്റെ മോളെ മദീനയിലേക്ക് ഞാൻ പറഞ്ഞേക്കണമെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് നബിയെ, ഞാൻ പറഞ്ഞേക്കാം. കഥയറിയാതെ ഭർത്താവിന്റെ മോചനവും കാത്ത് ഉറങ്ങാതെ ഉറക്കമിളച്ചു നിൽക്കുന്ന മോള് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തി, ഉമ്മു കുൽസൂം ബീവിയുടെ, റുഖയ്യ ബീവിയുടെ ജ്യേഷ്ഠത്തി, ഏറ്റവും മുതിർന്ന മോള് മക്കയിൽ കാത്തിരിക്കുകയാണ്. അബുൽ ആസ് ഇബ്നു റബീഅ ഒരു പകലിൽ മദീനയിൽ നിന്ന് മോചിതനായി ഓടി വരുന്നു. തന്റെ ഭർത്താവിനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചവർ കരഞ്ഞു. എന്നിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ അബുൽ ആസ് ഇബ്നു റബീഅനോട് ചോദിച്ചു,